ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണെന്ന് CPM. പ്രവർത്തനത്തിന് കേഡർമാരെ കിട്ടാനില്ല. ഹൈന്ദവ വോട്ടുകൾ വർഗീയവൽക്കരിക്കപ്പെടുന്നു. സർക്കാർ സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്നും CPM തെറ്റുതിരുത്തൽ രേഖ. നഷ്ടപ്പെട്ട അടിസ്ഥാന ഹൈന്ദവ വോട്ടുകൾ തിരികെ പിടിക്കാൻ ഇടപെടൽ നടത്തുമെന്നും CPM. സൈഫ് സൈൻലാബ്ദീൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സൈഫ്, വിവരങ്ങൾ. ഇന്നും നാളെയുമായി ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് CPMന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ തോൽവി പരിഹരിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ആവശ്യമായ തെറ്റുതിരുത്തൽ രേഖയിലേക്ക് കടക്കുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളായി ഒന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവർത്തനത്തിന് കേഡർമാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്. ജനങ്ങൾക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് അകലുകയാണ് പാർട്ടി. വീടുകളുമായി പാർട്ടി പ്രവർത്തകർക്ക് ബന്ധം ഇല്ലാതാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, പാർട്ടി മൊത്തത്തിൽ കണ്ട പ്രധാനപ്പെട്ട പ്രശ്നമായി നമുക്ക് അറിയാൻ കഴിയുന്നത് ഹൈന്ദവ വോട്ടുകൾ വർഗീയവൽക്കരിക്കപ്പെട്ടു. അടിസ്ഥാന വോട്ട് ബാങ്കായ ഹൈന്ദവ വോട്ട് വർഗീയവൽക്കരിക്കുക, അത് BJP സ്വന്തമാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തുന്നതിൽ നിന്ന് പാർട്ടി കേഡർമാർ പൊതുവെ പിന്നോട്ട് പോയി. അത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട് പാർട്ടി കേഡർമാർ കൂടുതൽ സജീവമാകണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. BJPയിലേക്ക് പോയ വോട്ടുകൾ തിരികെ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് CPM കാണുന്നത് അതിനെയാണ്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടനെ തന്നെ കൊടുത്ത് തീർക്കണം. വികസന പദ്ധതികൾ മുടങ്ങരുത്. അതിനൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവരുത്. സപ്ലൈകോ അടക്കമുള്ള സംവിധാനങ്ങളിൽ ആവശ്യമായ പണം നൽകി ജനങ്ങളുടെ ക്ഷേമത്തിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. നാളെയാണ് സംസ്ഥാന കമ്മിറ്റി തെറ്റുതിരുത്തൽ രേഖയ്ക്ക് അന്തിമമായി രൂപം നൽകുന്നത്. അനീഷ, സൈഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.